ഒരു മനുഷ്യൻ രൂപപ്പെട്ടു വരുന്നത് മാതാവിൻ്റെ അണ്ഡത്തിൽ നിന്നും പിതാവിൻ്റെ ബീജത്തിൽ നിന്നുമാണല്ലോ. എന്നാൽ മാതാവിൻ്റെ ശരീരത്തിൽ അണ്ഡവും പിതാവിൻ്റെ ശരീരത്തിൽ ബീജവും രൂപപ്പെടുന്നത് എന്തിൽ നിന്നാണ്? ഇതറിയുമ്പോഴാണ് വിശുദ്ധ ഖുർആനിലെ താഴെ കാണുന്ന പരാമർശത്തിൻ്റെ രഹസ്യം നമുക്ക് മനസ്സിലാകുക. ഖുർആൻ പറയുന്നു, മനുഷ്യനെ നാം സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നും രൂപപ്പെടുന്ന സത്തിൽ നിന്നാണ്. ഇതിൻ്റെ ഉദ്ദേശമെന്താണ്? മനുഷ്യൻ്റെ ശരീരം വളരുന്നതും വലുതാകുന്നതും മണ്ണിൽ നിന്നും മുളച്ചു പൊന്തുന്ന മരങ്ങളിലും ചെടികളിലും രൂപപ്പെടുന്ന ഫലങ്ങൾ ഭക്ഷിക്കുന്നതിലൂടെയാണ്. അത് ഇലകളാകാം, ധാന്യങ്ങളാകാം, കായ്കനികളാകാം, തണ്ടുകളാകാം, മറ്റെന്തെങ്കിലുമാകാം. അതായത് ചെടികളും മരങ്ങളും വഴി മണ്ണിൽ നിന്നും ശേഖരിക്കപ്പെടുന്ന സത്തയാണ് മനുഷ്യ ശരീരമായി രൂപപ്പെടുന്നത്. ആ ശരീരത്തിൽ രൂപപ്പെടുന്ന അതിസൂക്ഷ്മമായ സത്തയാണ് മനുഷ്യക്കുഞ്ഞായി രൂപപ്പെടുന്ന ബീജവും അണ്ഡവും. ഇതിൽ നിന്നും എന്ത് വ്യക്തമായി? ഒരു മനുഷ്യൻ രൂപപ്പെട്ടു വരുന്നത് മണ്ണിൽ നിന്നും രൂപപ്പെട്ടു വരുന്ന ഒരു പ്രത്യേക സത്തയിൽ നിന്നാണ്. ഈ വസ്തുതയാണ് മുകളിൽ പറഞ്ഞ ഖുർആൻ സൂക്തം നമ്മെ പഠിപ്പിക്കുന്നത് എന്ന് അനുമാനിക്കാം. അതായത് ആദം മാത്രമല്ല, സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഓരോ മനുഷ്യനും സൃഷ്ടിക്കപ്പെടുന്നത് മണ്ണിൻ്റെ സത്തയിൽ നിന്നാണ്.